സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നിന്നും അഭിയന്ത്യ തിരുമേനിമാരും അച്ഛന്മാരും നമ്മുടെ ദുഃഖസഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. St. Thomas Evangelical Church of India, Presiding Bishop Most Reverend Dr. Thomas Abraham, Right Reverend Dr. Abraham Chaco, Sabha Secretary Reverend Abraham George, Committee Members, നമ്മളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. എത്രയും ആദരണീയനായ അഭിവന്യ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനും അഭിവന്യ തിരുമേനിയുടെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ പങ്കുചേരുകയും സഭയുടെ ദുഃഖവും അനുശോചനവും പ്രത്യാശയും അറിയിക്കുകയും ചെയ്യുന്നു. അഭിവന്യ തിരുമേനി ആഗോള ക്രൈസ്തവ സഭയ്ക്ക് നൽകിയതായിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ ഓർക്കുന്നു. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അഭിവന്യ തിരുമേനിയുടെ നൂതനമായിട്ടുള്ള വഴികളും പ്രവർത്തനങ്ങളും ഉണ്ടായി. അത് സമൂഹത്തിന് വലിയ അനുഗ്രഹമായി. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി തിരുമേനി വിഭാവന ചെയ്ത പദ്ധതികൾ വളരെ അനുഗ്രഹകരമായി സമൂഹത്തിന് പ്രയോജനകരമായിരിക്കുന്നുവെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഭക്തന്മാരുടെ വേർപാടിനെക്കുറിച്ച് പറയുന്നത് വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അഭിവന്യ തിരുമേനി ഭാരത ക്രൈസ്തവ സഭയ്ക്കും കേരള ക്രിസ്തീയ സമൂഹത്തിനും നൽകിയതായിട്ടുള്ള സംഭാവനകൾ ഓർക്കുന്നു. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഒരു ഉറ്റ സ്നേഹിതനായിരുന്നു തിരുമേനി എന്നോർക്കുകയും അദ്ദേഹത്തോടുള്ള ആദരവും സഭയോടുള്ളതായിട്ടുള്ള ഞങ്ങളുടെ ദുഃഖവും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ അനുശോചനം നമ്മളെ അറിയിച്ചുവല്ലോ. ഇപ്പോൾ അഭിവന്യ തിരുമനസ്സും അച്ഛന്മാരും ചേർന്ന് റീത്ത് സമർപ്പിക്കും. നശ്വരമായ ഭവനമേ, എന്തിനാണ് നീ എന്നെ മോഹിപ്പിച്ചത്? പാപത്തിന്റെ സമുദ്രമേ, എന്തിനാണ് നീ എന്നെ നിന്റെ അടിത്തട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ജീവിതത്തിന്റെ മോഹമേ, എന്തിനാണ് നീ എന്നെ ക്ലേശിപ്പിച്ചത്? എന്നെ വിടുക,